വിശദാംശങ്ങളിലേക്ക് പോകുന്നു. KSRTC ഡ്രൈവർ മേയർ തർക്കത്തിൽ യദുവിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. KSRTCയുടെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് അന്വേഷണ സംഘം. മെമ്മറി കാർഡ് കണ്ടെത്താനായില്ല. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, മെമ്മറി കാർഡ് കണ്ടെത്താനായിട്ടില്ല. അത് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. പ്രധാന തെളിവായി കണക്കാക്കാം. ഡ്രൈവറെയും കണ്ടക്ടറെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇനി എന്താണ് നടപടി? ഫിജി KSRTC കണ്ടക്ടർ KSRTC ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മെമ്മറി കാർഡാണ് പ്രധാന നിർണായകമായ തെളിവാകേണ്ടത്. എന്നാൽ മെമ്മറി കാർഡിൽ, അതായത് ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരുന്നു. ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം കണ്ടക്ടർ സുബിനെ പോലീസ് ചോദ്യം ചെയ്തത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യിക്കുകയായിരുന്നു. അതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്തു. ഒപ്പം സ്റ്റേഷൻ മാസ്റ്ററെയും ചോദ്യം ചെയ്യാനായി എത്തിച്ചിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് വലിയ രീതിയിലുള്ള വ്യത്യാസമായുള്ള മൊഴികൾ ലഭിച്ചിരുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പലതരത്തിൽ ബുദ്ധിമുട്ടാണ് പോലീസ് നേരിടുന്നത്. അതായത് തെളിവ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതോടൊപ്പം ആർക്കാണ് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പങ്കുള്ളതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ പോലീസിന് സാധിച്ചില്ല. ഏതായാലും പോലീസ് അതിനോടൊപ്പം തന്നെ ഡ്രൈവർ യദുവിനെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്നു. ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ചോദ്യം ചെയ്യലിൽ തന്നെ യദു നേരത്തെ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ് പിന്നീട് പറഞ്ഞത്. ഈ മൊഴിയിലെല്ലാം വളരെ വ്യത്യാസമുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് വീണ്ടും യദുവിനെ ഇനി ചോദ്യം ചെയ്യലിനായി എത്തിക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ യദുവിനെതിരെ ഉണ്ടാകുന്ന സംശയങ്ങൾ പ്രധാനമായും ഈ സംഭവം ഉണ്ടായതിനു ശേഷം, ഈ തർക്കത്തിനൊടുവിൽ പോലീസ് യദുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിറ്റേന്ന് രാവിലെ ജാമ്യം നൽകി വിട്ടിരുന്നു. ഈ സമയം യദു ഈ ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അത് സംശയത്തിനിടയാക്കുന്നുണ്ട്. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് യദുവിനെ സംശയിക്കാനുള്ള കാരണം ഇതാണ്. അതോടൊപ്പം ഈ ബസ്സിന്റെ കസ്റ്റഡിയനായിട്ടുള്ളത് കണ്ടക്ടർ സുബിനാണ്. സുബിനും ആ സമയങ്ങളിൽ ഈ ബസ്സിന്റെ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് സുബിനെയും സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ സുബിൻ നൽകിയ മൊഴിയിൽ താൻ ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല, മെമ്മറി കാർഡ് എടുത്തിട്ടില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഏതായാലും പോലീസിന് ഇപ്പോൾ ഇതുവരെയും ഈ മെമ്മറി കാർഡ് മാറ്റിയത് ആരാണെന്നോ അല്ലെങ്കിൽ എവിടെയാണിത് നഷ്ടപ്പെട്ടതെന്നോ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഫിജി, തീർച്ചയായും കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമായ ഘട്ടമാണ്. വിഷ്ണു കരുണാകരൻ മറ്റൊരു